കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനമായിട്ട് ദൈവമക്കളുടെ മുൻപാകെ നിൽക്കുവാൻ ഒരവസരം കൂടെ കർത്താവ് ധാരണമായിട്ട് നൽകിത്തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശാരീരികമായിട്ടൊക്കെ അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കർത്താവിൻ്റെ അളവറ്റ കൃപ ഓരോ ദിവസവും വന്ന് അടിയനെയും പരിപാലിക്കുന്നു. രാത്രിക്ക് വേണ്ടി ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, 3.5 വർഷത്തോളമായി വഴിക്കടവിൻ്റെ ഭാഗങ്ങൾ തുടങ്ങി എല്ലാ ഭവനങ്ങളിലും ഒരു ഭവനം പോലും വിടാതെ കയറിയിറങ്ങി കൈവരിച്ച കോപ്പികളും ലേഖകളും ഒക്കെ കൊടുക്കുവാനായിട്ട് ഞങ്ങൾ പോകുന്നത് 5 സഹോദരന്മാരാണ്. ഒരാൾ ഞാനാണ്, സേവർച്ചാനുണ്ട്, മോഹൻചാനുണ്ട്, ജോർച്ചാനുണ്ട്, അതുപോലെ ഷൈജു സഹോദരനുണ്ട്. ഈ 5 പേര് എല്ലാ ആഴ്ചയും ഓരോ ദിവസം അതിനു വേണ്ടി വേർതിരിച്ച് ഞങ്ങൾ കടന്നു പോകാറുണ്ട്. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ കൊടുക്കുന്ന ലഘുലേഖകളൊക്കെ പ്രയോജനപ്പെടണം, അനേകർക്ക് ആശ്വാസമായിരിക്കണം. ആത്മീയമായ കാഴ്ചപ്പാടോടുകൂടെ ചിലരെ ഭവനങ്ങളിലൊക്കെ വിളിച്ചിരുത്തി സുവിശേഷം കേൾക്കുവാനായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകളാണ്. വലിയ പ്രതിസന്ധികളൊന്നും പ്രവർത്തനങ്ങൾക്ക് നേരിടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരാളോട് ഇങ്ങനെ പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അത് മോഹൻചാൻ്റെ പ്രവർത്തനമല്ലേ എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാണ്, മോഹൻചാൻ്റെ വാഹനമുണ്ട്. ആ വാഹനം സുവിശേഷ വേദിക്ക് വേണ്ടി സമർപ്പിച്ച പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ട ഒരു വാഹനമാണെന്നാണ് എനിക്കറിയാനായിട്ട് ഇടയായിത്തീർന്നത്. അത് മുന്നോട്ട് വരുന്നു, മറ്റ് സൗകര്യങ്ങൾ വരുന്നു, എല്ലാ കാര്യങ്ങളും വളരെ ഒരു ഐക്യത്തോടും സ്നേഹത്തോടൊക്കെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം, സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ വേലയാണ്. അതാര് മുന്നോട്ട് വന്നാലും അതിനൊപ്പം ചേർന്ന് നിന്ന് ആ വേല ചെയ്യുന്നത് സഭയിലുള്ളതായ പ്രിയപ്പെട്ടവർക്കും സഭയ്ക്കുമൊക്കെ ഒരനുഗ്രഹമാണ് എന്നുള്ളത് ഓർക്കുന്നു. ദൈവസന്നിധിയിൽ അത് ഓർത്ത് ദൈവത്തെ നന്ദി പറയുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ പ്രവർത്തനത്തോട് ചേർന്ന് സഹകരിക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സേവർച്ചാനെയോ മോഹൻചാനെയോ അല്ലെങ്കിൽ ഷൈജു പ്രവർത്തനയൊക്കെ സമീപിച്ചാൽ മതി. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള ബുക്ക്ലെറ്റുകളൊക്കെ ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ ദൈവം ഞങ്ങൾക്ക് തന്ന് വളരെ സന്തോഷത്തോടെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് സഭയുടെ അറിവിനായിട്ട് പ്രത്യേകം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഏത് ശുശ്രൂഷയാണെങ്കിലും നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണെന്നുള്ള ഒരു ആ നിലയിലുള്ളതായ ഒരു ബോധ്യത്തോടു കൂടെ ആ വിഷയങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ വായിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആകയാൽ നാം എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. നമ്മൾ ഈ ഭാഗത്തു നിന്നൊക്കെ അനേക പ്രാവശ്യം ദൈവദാസന്മാരിലൂടെ അനുഗ്രഹമായ ആത്മീയ ചിന്തകൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. 25 മുതലുള്ളതായ വാക്യങ്ങൾ, അതിൻ്റെ 34 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 6 പ്രാവശ്യം വിചാരപ്പെടരുത് എന്ന് ആവർത്തിച്ച് നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നമ്മോടുള്ളതായ പ്രബോധനം നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. 5, 6, 7 അധ്യായങ്ങളൊക്കെ ഗിരിപ്രഭാഷണം എന്നുള്ള നിലയിൽ വളരെ ചരിത്ര പ്രസിദ്ധമായ അധ്യായങ്ങളാണ്. മാനുഷിക ജീവിതത്തിൽ വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത്
തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്വർഗത്തിലെ ദൈവം തന്നെ അനുഗമിക്കുന്ന, തൻ്റെ വായിൽ നിന്ന് വരുന്നതായ അനുഗ്രഹമായ വചനങ്ങൾ, ആത്മീയ സത്യങ്ങൾ കേൾക്കുവാൻ വലിയൊരു സമൂഹം കർത്താവിൻ്റെ പിന്നാലെ അവനെ അനുഗമിക്കുകയാണ്. അവരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്, വിചാരപ്പെടരുത്, നിങ്ങൾ വിചാരപ്പെടരുത്. അനേക കൽപ്പനകൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നാം അനുസരിക്കാറുണ്ട്, അനുസരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് അനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കൽപ്പനയാണ് വിചാരപ്പെടരുത് എന്നുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന ആരും തന്നെ ഞാൻ ഒരിക്കലും വിചാരപ്പെടാറില്ല എന്ന് പറയുകയില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാം ദിവസേന വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിങ്ങൾ വിചാരപ്പെടരുത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, നാം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പൗലോസ് അതൊക്കെ പറയുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന അനേക സന്ദർഭങ്ങളിൽ തൻ്റെ വിചാരങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന കരങ്ങളുടെ പ്രവൃത്തി തനിക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ് കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ വിചാരപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദേവദാസൻ അതിനൊരു അർത്ഥം അതിന്റെ മൂലഭാഷയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഹൃദയം കീറി മുറിക്കുക. നമ്മുടെ ഹൃദയം കീറി മുറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് വളരെ നീച്ചലുണ്ടാകുന്ന കാര്യമാണ്, വളരെ വേദന ഉണ്ടാകുന്ന കാര്യമാണ്. അത് ആ മുറിവ് കരിയുവാനായിട്ട് വളരെ സമയമെടുക്കും. ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിരിക്കും. അപ്പൊ ദൈവം തന്നെ അനുഗമിക്കുന്നതായ തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ വിചാരം എപ്പോഴും, അല്ലെ നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 118-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവത്തില് പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. കർത്താവിൽ പൂർണ്ണമായിട്ട് നാം ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നമ്മെ ഐശ്വര്യമായിട്ട് നടത്തുവാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ്. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവത്തെ നാം അനുഗമിക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിഹരിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീരും. മാതാപിതാക്കന്മാരുള്ള ബന്ധത്തിൽ അവർക്ക് വിചാരമാണ്, മക്കളെ കുറിച്ചുള്ള വിചാരങ്ങൾ, അല്ലെ? അവർ ജനിച്ച സമയം മുതൽ അവരുടെ ആരോഗ്യമായ വളർച്ച, അവരുടെ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജോലി കാര്യങ്ങള്, അവരുടെ വിവാഹം, അതിനുശേഷം അവരുടെ കുടുംബ ജീവിതം, അതൊക്കെ മാതാപിതാക്കന്മാർക്ക് വളരെ വിചാരങ്ങൾ, അവരുടെ മനസ്സിലെപ്പോഴും വിചാരമാണ്. ഈ വിചാരങ്ങളൊക്കെ അധികം നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് സമാധാനത്തോടെ ഉറങ്ങുവാനായിട്ട് കഴിയുകയില്ല. ഈ ചിന്താഭാരങ്ങള് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാം? അലതല്ലിക്കൊണ്ട് ഇരിക്കും. ഇതൊക്കെ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ ഹൃദയം കീറിമുറിക്കേണ്ടതായ ആവശ്യമില്ല. കർത്താവ് പറയുന്നത്, എന്നില് വിശ്വസിപ്പീൻ,
എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. അപ്പൊ ദൈവത്തിൽ വിശ്വസിച്ച വ്യക്തി ജീവിതങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യവും ആലോചനയും നടത്തിപ്പും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ 25 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. നാം വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ നീളത്തോട് മുഴുവൻ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം വിചാരപ്പെട്ടത് കൊണ്ട് നാം ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേല് അവന് വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. നമ്മളോട് വളരെയധികം സ്നേഹമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഐശ്വര്യമായിട്ട് നമ്മെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുമ്പോഴാണ് സമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചവരാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചു. അവൻ നമ്മുടെ രക്ഷിതാവാണ്. നമ്മുടെ കർത്തൃത്വം നാം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചവരാണ്. അവനിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞവരാണ്. പിന്നെന്തിനാണ് നമ്മൾ വിചാരപ്പെടുന്നത്? നമ്മുടെ വിചാരങ്ങൾക്കൊന്നും ദൈവസന്നിധിയിൽ യാതൊരുവിധമാകുന്ന സ്ഥാനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് നമ്മെ കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളതിനെ കുറിച്ച് 2-3-4 കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് അതിനോടുകൂടെ ഉണ്ട് എന്ന് എനിക്കറിയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചാൽ: നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചതാണ്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയ കാര്യമാണ് നമുക്കവിടെ വായിക്കുവാനിടയായി തീർന്നത്. നമുക്കറിയാം, 6 ദിവസം കൊണ്ട് ലോകത്തിൽ കാണുന്ന സകല ജീവജാലങ്ങളെയും വാക്കുകൊണ്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞ് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവനൊരു ജീവനുള്ള ദേഹിയായി തീർന്നു. തന്നെയുമല്ല, അതിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ദൈവം അവന് വസിക്കുവാൻ വേണ്ടി മനോഹരമായ ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ അവന് ഭക്ഷിക്കാനും അവന് ജീവിക്കാനും ആവശ്യമായ എല്ലാ ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചു. മനോഹരമായ പഴങ്ങള് അതില് ദൈവം അവന് വേണ്ടി ഉണ്ടാക്കി. എന്തോ കാണുന്നത് പോലുള്ള മാംസാഹാരമൊന്നും ആയിരുന്നില്ല ആദ്യം അത് ആദാമിന് വേണ്ടി ദൈവം ഒരുക്കിയത്. അവനാവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവം ആ തോട്ടത്തിൽ ഉണ്ടാക്കി അവനെ അവിടെ ആക്കി വെച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. എന്നാല് ദൈവം ചില കൽപ്പനകളൊക്കെ കൊടുത്തു. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അന്നും ഇന്നും മനുഷ്യന്റെ ആഗ്രഹം ദൈവത്തെക്കാള് ഒരുപടി കൂടെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇന്നും മനുഷ്യനതാ ചിന്തിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് ദൈവ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് മനുഷ്യൻ ചിന്തിക്കുകയും അതിന്റെ അപ്പുറമായിട്ട് വിചാരപ്പെടുകയും അപ്പുറമായ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് വളരെ അധികം അമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ദൈവം നൽകുന്ന സംതൃപ്തിയോ സമാധാനമോ ദൈവവചനത്തോടെ ദൈവം നൽകിയിരിക്കുന്ന വാക്തത്വങ്ങളിലൊന്നും ഒരു സമാധാനമില്ലാതെ തൃപ്തിയില്ലാതെ മനുഷ്യൻ സ്വന്തമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിനപ്പുറമായ ഒരു ജീവിതത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന അനന്തര ഫലമാണ് ലോകം മുഴുവൻ ഇന്ന് അനുഭവിക്കുന്നതായ പാപത്തിൻ്റെതായ പരിശോധനകളും കഷ്ടതകളും പ്രയാസങ്ങളും വിചാരങ്ങളും. അതുപോലെ മാനസികമായി മനസ്സ് തകർന്ന അവസ്ഥയിലും ഒരിക്കലും ദൈവത്തെ വിട്ട്
പോകുന്ന ഒരു മനുഷ്യന് ഒരിക്കലും സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയില്ല. അത് ദൈവവൈതലാണെങ്കിലും ദൈവത്തെ അറിയാത്ത വ്യക്തിയാണെങ്കിലും അവനൊക്കെ അനുദിന ജീവിതത്തിൽ അനുസരിക്കുവാനും പിന്തുടരുവാനും ആവശ്യമായ ദൈവത്തിന്റെ വചനം നമുക്ക് സ്വർഗത്തിലെ ദൈവം നൽകി തന്നിട്ടുണ്ട്. അത് വിഷമമേറിയതൊന്നുമല്ല, അത് വളരെ ലഘുവാണ്, അത് അനുസരിക്കുവാൻ യോഗ്യമാണ്, വിശ്വസിക്കുവാൻ യോഗ്യമാണ്, അത് വിശ്വാസ വചനമാണ് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വചനം വിട്ട്, ഈ സ്നേഹവാനായ ദൈവത്തെ വിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലുള്ള പ്രതിസന്ധിയിലൊക്കെ നാം അകപ്പെടുവാനായിട്ടിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സമാധാനത്തോട് മുന്നോട്ട് പോകുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തി നാം മുന്നോട്ട് പോകാനായിട്ട് തയ്യാറായാൽ കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കുവാനായിട്ട് കഴിയും. കാരണം അവൻ നമ്മുടെ സൃഷ്ടാവാണ്. നമ്മുടെ ദോഷത്തിന് വേണ്ടി ഒന്നും അവൻ ചെയ്യുന്നില്ല. നമ്മുടെ ആത്മീയമായ അനുഗ്രഹത്തിനും സമാധാനത്തിനും നന്മയ്ക്കും വേണ്ടി, ഐശ്വര്യത്തിനും വേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം ഈ ഭൂമിയിൽ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആ വലിയ തിരിച്ചറിവ് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇടയായിരിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവം നമ്മുടെ പിതാവ്. നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവ് നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയുന്നു. ഈ 6-ാം അധ്യായം അതിന്റെ 31, 32 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്ന ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടേണ്ട. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നത്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ആവശ്യമെല്ലാം ദൈവം അറിയുന്നു. ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക് അപ്പുറമായി വിചാരപ്പെടുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് ജാതികളാണ്. സ്വർഗസ്നായ നമ്മുടെ പിതാവ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നന്നായിട്ട് അറിയുന്നു. നമ്മുടെ ജനനം മുതൽ ഇതുവരെയുള്ളതായ കാലഘട്ടം നാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ ഒരു പിതാവെന്ന നിലയിൽ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ, നമ്മുടെ രക്ഷിതാവെന്നുള്ള നിലയിൽ, നമ്മുടെ ഉടമസ്ഥൻ എന്നുള്ളതായ നിലയിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഒരു തിന്മ നമുക്ക് കാണുവാനോ പറയുവാനായിട്ടില്ല. എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ ആ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. കർത്താവ് പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്താണ് വിചാരപ്പെടുന്നത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും, അങ്ങനെയുള്ളതായ ഭൗതികമായ കാര്യങ്ങളൊക്കെയാണ് നാം ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മനസ്സ് നീറുന്ന, സമാധാനമില്ലാത്ത, സ്വസ്ഥയില്ലാത്ത. കിടക്കാൻ പോയാല് ഉറങ്ങുവാനായിട്ട് സാധിക്കില്ല. ചിലർ പറയും, ഞാൻ ഉറങ്ങിയിട്ട് നാളുകളേറെയായി എന്ന്. കർത്താവ് പറയാണ്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തില് നമുക്ക് വേണ്ടി. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദാവീദ് പറയുകയാണ്, നിന്റെ ഭാരം നിന്റെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുക. എന്റെ പുറമുള്ളവരെ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഒരു ദൈവവൈതലെ ഭാരം വഹിച്ചുകൊണ്ട് ആകുല ചിന്തയോടെ വ്യാകുലപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായ ആവശ്യമില്ല. നീ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും കർത്താവിന്റെ മേൽ അത് ഇട്ടാല് അവൻ നിന്നെ ഐശ്വര്യമായിട്ട് പുലർത്തും. അതിന് പരിഹാരം ദൈവം തരും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ഇത്രമാത്രം വലിയൊരു വാക്തത്വം നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വ്യാകുലപ്പെടുന്നത്? ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. മൂന്നാമത്, സ്വർഗത്തിലെ ദൈവം അവൻ നമ്മുടെ സംരക്ഷകനാണ്. ഒന്ന്, അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്. രണ്ട്, ദൈവം നമ്മുടെ പിതാവാണ്. മൂന്നാമത്, ഈ ദൈവം നമ്മുടെ സംരക്ഷകനാണ്. ജീവിതത്തിന്റെ കൈപ്പേറിയ യാത്രയ്ക്കിടയിൽ അനവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മരണത്തിന്റെ താഴ്വരയിലൂടെ നാം സഞ്ചരിക്കും.
മരണം നമ്മെ പിടിക്കുമെന്ന് പലപ്പോഴും നമ്മൾ ഭയപ്പെടും. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്റെ ആ ഏത് പ്രതിസന്ധിയിലും നിന്നെ താങ്ങുവാൻ, നിന്നെ കരുതുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, അനേക വാക്യങ്ങളൊക്കെ തിരുവചനത്തിൽ നമുക്ക് എടുത്തു വായിക്കുവാനായിട്ട് ഇടയായി തീരും. ഒരു കാര്യം മാത്രം വായിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 6-ാം അധ്യായം നമ്മൾ വായിച്ച അതിന്റെ 30-ാം വാക്യത്തില്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. അപ്പൊ നശിച്ചു പോകുന്ന ജീവജാലങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടികളെ ഐശ്വര്യമായിട്ട്, മനോഹരമായിട്ട്, ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ദൈവം തന്റെ ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്ത തന്റെ മക്കളെ എത്ര അധികമായിട്ട് ഭദ്രമായിട്ട് പരിപാലിക്കുമെന്നുള്ളത് ദൈവം തന്നെ അനുഗമിക്കുന്ന ആ ശിഷ്യഗണത്തോട് അല്ലെങ്കിൽ ആ ദൈവജനത്തോട് പ്രത്യേകമായിട്ട് അവരെ പ്രബോധിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ട്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും. പരിചിതനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ. അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ കാലത്ത് രോഗാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ കൊഴുപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലായി. അപ്പോസ്തലനായ പത്രോസിന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ വാളുകൊണ്ട് രാജാവ് കൊല്ലുവാനിടയായി. അത് യഹൂദന്മാർക്ക് വളരെയധികം പ്രസാദമുള്ള കാര്യമായി, സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് പത്രോസിനെയും പിടിച്ച് അവനെ കൊല്ലുവാൻ പെസഹ കഴിഞ്ഞതിന് ശേഷം ജനത്തിന്റെ മുമ്പിൽ നിർത്തി വിസ്തരിച്ച് അവനെ കൊല്ലുവാനായിട്ട് വളരെ താല്പര്യത്തോടെ രാജാവ് നീങ്ങുന്ന നിമിഷങ്ങൾ നമുക്കറിയാം. തടവറയില് 4 ചേവകരുടെ മധ്യത്തില് കിടക്കുന്ന അവനെ കാപ്പാനായിട്ട് 4 ചേവകരുള്ള 4 കൂട്ടത്തെയാണ് രാജാവ് ഏൽപ്പിച്ചത്. പത്രോസിന്റെ ആ മനോഭാവമൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, അടുത്ത ദിവസം നേരം പ്രഭാതമാകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുവാനായിട്ട് വളരെയധികം സാധ്യതയാണ്. തടവറയിലാണ് അവൻ കിടക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനെ അത്ഭുതകരമായിട്ട് അവിടുന്ന് രക്ഷിക്കുന്ന ആ വിധങ്ങളൊക്കെ നമുക്കവിടെ 7-8 വാക്യങ്ങളിലൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അതിന്റെ 7-ാം വാക്യത്തില് പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. ഇത് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് വിഷമ സന്ധിയിലും അത്ഭുതം പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്തത്വം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവം തന്നെ ദൂതനെ അയച്ച് അവനെ തട്ടി ഉണർത്തി അവന്റെ അരകെട്ടുവാനും അവന്റെ കാലില് ചെരുപ്പിടുവാനും അവനോട് പറയാം. അപ്പൊ ദൈവത്തിന്റെ ഒരു ദൈവവൈദ്യനോടുള്ള ബന്ധത്തിൽ ദൈവം സൂക്ഷ്മതയോടെ അവനെ പരിപാലിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കാം. പത്രോസ് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു. മനസ്സിന് യാതൊരു വിധമാകുന്ന സഞ്ചലവുമില്ല, ഒരു വേദനയുമില്ല. മരണത്തെ ഒരു നിലയിലും പത്രോസ് ഭയപ്പെട്ടില്ല. വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുന്ന, സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന പത്രോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മുടെ സംരക്ഷകനാണ്. അതുപോലെ തന്നെ നമുക്ക് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലും 16-ാം അധ്യായത്തില് അത് കാണുവാനായിട്ട് കഴിയും. ദാനിയേലിന്റെ ജീവിതം പരിശോധിച്ചാൽ അവിടെയും നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ആ കരുതൽ, ദൈവത്തിന്റെ സംരക്ഷണം. എന്റെ പ്രിയമുള്ളവരെ, നാം ആകുലപ്പെടേണ്ട യാതൊരു വിധമാകുന്ന ആവശ്യമില്ല. കർത്താവ് പറയാൻ, നിന്റെ ഏത് ഭാരമാകട്ടെ, ഞാൻ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയാകട്ടെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ സംരക്ഷകനാണ്. അതുപോലെ തന്നെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്.
സങ്കീർത്തനം 36-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. സ്വർഗത്തിലെ ദൈവം തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുക ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവൻ്റെ വിശ്വസ്തത, അതിൻ്റെ ആഴവും ഉയരവും നമുക്ക് വർണ്ണിച്ചു തീർക്കുവാനായിട്ട് കഴിയുകയില്ല. യഹോവേ, നിന്റെ ദയ ആകാശത്തോളം നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. അത് നമുക്ക് അതിൻ്റെ ആ ഉയരമോ അകലമോ നമുക്ക് വർണ്ണിച്ചു തീർക്കുവാനായിട്ട് കഴിയുകയില്ല. അത്രമാത്രം വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. ഉവെന്ന് പറഞ്ഞാൽ ഉവെന്ന്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന്. അവൻ്റെ വാക്കുകൾ പൂർണ്ണതയുള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീമോഥെയോസിനുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത് 2-ാം അധ്യായം 2 തീമോഥെയോസ് 2:13 വാക്യം: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. വിശ്വസ്തനായ ദൈവത്തിന്റെ വാക്കുകൾ ഒരിക്കലും മാറ്റുവാനായിട്ട് കഴിയുകയില്ല. അവന്റെ വാക്കുകൾ നമ്മളുള്ള ബന്ധത്തിൽ എന്നും വിശ്വസ്തയോടുകൂടെ നിൽക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തോടുള്ളതായ സ്നേഹവും ഭക്തിയും വിശ്വസ്തയൊക്കെ കുറഞ്ഞു പോകുന്ന ആ അനുഭവങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുണ്ട്. ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരുമ്പോൾ വിചാരങ്ങൾ ഉണ്ടാകും. ഞാൻ സേവിക്കുന്ന ദൈവം ഇതൊന്നും കാണുന്നില്ലേ, അവൻ ഇതൊന്നും അറിയുന്നില്ലേ, എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടിയിക്കുവാനായിട്ട് അവന് കഴിയുകയില്ലേ എന്നൊക്കെ പിശാച് പല നിലയിലുള്ള സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, കൊണ്ടുവരും. എന്നാൽ സ്വർഗത്തിൽ നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതായ ആവശ്യം നമുക്കില്ല. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തില്: അവൻ നിങ്ങൾക്കായി കരുതുന്നായാൽ നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേലെ ഇട്ടുകൊള്ളുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനും പ്രയാസപ്പെടുന്നതിനൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പോംവഴി ഒരുക്കി സ്വർഗത്തിലെ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. അത് പൗലോസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, പത്രോസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിന് അന്വേഷണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ അനുഭവങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസിനും പത്രോസിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരത് വളരെ വ്യക്തമായിട്ട് പറയുക: അവൻ നിങ്ങൾക്കായി കരുതും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ എന്തെല്ലാം വിഷയങ്ങളുടെ മുഖത്ത് നാം ആകുലചിത്തരായി തീർന്നിട്ടുണ്ട്, വിചാരപ്പെട്ടിട്ടുണ്ട്. സാധിക്കുമോ എന്നുള്ള ചോദ്യചിഹ്നം പലപ്പോഴും നമ്മെ അലർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ നാം ചിന്തിച്ച ചിന്തയല്ല ഇന്ന്. ആ കാര്യങ്ങൾ ഒക്കെയും അത്ഭുതം പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആ കാര്യങ്ങളൊക്കെ പരിമേൽപ്പിച്ചു കഴിയുമ്പോൾ ഐശ്വര്യമായിട്ട് ദൈവം നമ്മെ അതിൽ നിന്നൊക്കെ വിടുവിച്ചു വഴി നടത്തി അത്ഭുതമായിട്ട് ദൈവം നമ്മെ മുന്നോട്ട് കൊണ്ടുപോയി. 5-ാമതായിട്ട് നമുക്കവിടെ ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ ദൈവം നല്ലവനാണ്. 136-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, സ്തോത്രം ചെയ്യുവാൻ, മഹത്വം കരയേറ്റുവാൻ, ആരാധിക്കുവാൻ, എല്ലാവിധമാകുന്ന നന്മകളുടെയും ഉറവിടമായിരിക്കുന്ന യഹോവയ്ക്ക് മാത്രമാണ് സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ഒക്കെ അർപ്പിക്കുവാൻ, അത് ഏറ്റുവാങ്ങുവാൻ അവൻ മാത്രം ആണ് യോഗ്യൻ. കാരണം അവൻ നല്ലവനാണ്. യഹോവയായ ദൈവം നല്ലവനാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നമുക്കും അതിനോട് ചേർന്ന് പറയുവാനായിട്ട് കഴിയും. എന്നെ വീണ്ടെടുത്ത എൻ്റെ രക്ഷിതാവിനെ കണ്ടെത്തിയതായ 1-ാം ദിവസം മുതൽ ഇതുവരെയും കർത്താവ് നല്ലതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഈ ദൈവം അവൻ ഉന്നതനായ ദൈവമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാണ്. ഈ ഭൂമിയിൽ ദൈവസ്നേഹത്തിൽ നിന്ന് മനുഷ്യനെ വേർപിരിക്കുന്ന കാര്യങ്ങളാണ് കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, മരണമോ. ഇതൊക്കെയാണ് നമ്മെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ വാസ്തവമായ നിലയിൽ ഈ നല്ലവനായ ദൈവത്തെ പ്രത്യേകമായി നാം സ്നേഹിക്കുമ്പോൾ ജീവിതത്തിൽ ഏത് പ്രയാസം വന്നാലും ദൈവത്തിൽ നമ്മെ അകറ്റുവാനായിട്ട് ഒരിക്കലും അത് സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ വിചാരപ്പെടേണ്ട. പൗലോസ് പറയുന്നു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ നിങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ട്. പ്രിയമുള്ളവരെ, നാം ചിന്തിച്ചു വന്നതായ കാര്യം, യഹോവയായ ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. അതുകൊണ്ട് നമ്മെ ഓരോ ദിവസവും അവന് ഐശ്വര്യമായിട്ട് നടത്തുന്നു. ദൈവം നമ്മുടെ പിതാവാണ്.
അതുകൊണ്ട് അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ചെറുതുമലുതുമായ എല്ലാ ആവശ്യങ്ങളും മുന്നമേ അറിയുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ സംരക്ഷകനാണ്. നമ്മളെ ഐശ്വര്യമായിട്ട് ഓരോ ദിവസവും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണ്, ആപത്തുകളാണ്, അനർത്ഥങ്ങളാണ്, എന്നാൽ നമ്മൾ ആരും കുറഞ്ഞു പോകാതെ നമ്മെ ഐശ്വര്യമായിട്ട് നടത്തിയ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം എപ്പോഴും ഭദ്രമായിട്ട് പരിപാലിക്കപ്പെടുന്നു. നന്ദിയുള്ളവരുടെ ദിവസത്തോട് പകർന്ന് നമുക്ക് ജീവിക്കുവാനായിട്ടിടയായി തീരട്ടെ. ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. നാം പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നതിൽ പിശുക്ക് കാണിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നാം പലപ്പോഴും പിന്നോട്ട് നിൽക്കുമ്പോൾ അവൻ്റെ സ്നേഹത്തിന് യാതൊരു മാറ്റവുമില്ല. ആദിയിൽ തൻ്റെ മക്കളെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഭദ്രമാണ്. അതുപോലെ തന്നെ ഈ ദൈവം നല്ലവനാണ്. അവൻ നല്ലവനെന്ന് തിരിച്ചറിവിന് അനുസരണം പ്രാപിക്കുന്ന മുഖ്യൻ ഭാഗ്യവാൻ. ഇത്ര ഭാഗ്യകരമായ ഒരവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഐശ്വര്യമായിട്ട് വഴി നടത്തുന്നു. അതുകൊണ്ട് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ആകുല ചിന്തകളാലെ ഹൃദയം മുറിവേൽക്കേണ്ടതായ ആവശ്യമില്ല. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതായ ആവശ്യമില്ല. ആ വിചാരങ്ങളൊക്കെ ജാതികളാണ് വിചാരപ്പെടുന്നത്. എന്നാൽ ഒരു ദൈവത്തിനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം അതൊക്കെ നമുക്ക് ആവശ്യമെന്ന് മുന്നേ അറിഞ്ഞ് അതെല്ലാം ഭദ്രമായിട്ട് പരിപാലിച്ച് പരിഹരിച്ച് ഐശ്വര്യമായിട്ട് നമ്മെ ഈ ലോകത്തിൻ്റെ മുമ്പാകെ നിർത്തുന്നു. ആ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയം പകർന്നുകൊണ്ട് അവനെ സേവിച്ചുകൊണ്ട് കർത്താവിനെല്ലാം മഹത്വം കരയേറ്റിക്കൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ഈ ചെറിയ ചിന്തകൾ മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നതാണ്.